ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നിലക്കടല കടല സാലഡ് ഉണ്ടാക്കിയാലോ. നമ്മുടെ നാടൻ കടല മെഴുക്കുവരട്ടിയില്ലേ, അതിൻ്റെ ഒരു വകഭേദം തന്നെയാണ്. വെളിച്ചെണ്ണ ചൂടാക്കി നമുക്ക് അത്യാവശ്യം കടുകിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 2 ഉണക്കമുളകും 2 കശുവണ്ടി പരിപ്പും ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു പിടി കൊത്തി അരിഞ്ഞ സവാള കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും, അതായത് ആ സവാളയുടെ പച്ചമണം മാറണം, മുളകൊന്ന് മൂക്കണം. അതിലേക്ക് നമ്മൾ നിലക്കടല, ജസ്റ്റ് ഒന്ന് വേവിച്ച നിലക്കടല, ഒത്തിരി വേവിച്ചൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച നിലക്കടല ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം സവാളയായി, കടുകായി, മുളകായി, നിലക്കടലയായി. ഇതിലേക്ക് നമുക്ക് വേവിച്ച വെള്ളക്കടല, നമ്മുടെ വെള്ളക്കടല, വലിയ കാബൂളി കടല എന്നൊക്കെ പറയത്തില്ലേ, ആ കടല 1 കപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കുക. അതും വേവിച്ചതാണ്. എല്ലാ ഐറ്റംസും വേവിച്ചാണ്, ജസ്റ്റ് താളിച്ചെടുക്കണമെന്ന് മാത്രം. ഇനി ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഗതി ക്ലീൻ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ആവശ്യമുള്ള ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. പഴയ നമ്മുടെ കടല ചുണ്ടലെന്നൊക്കെ പറയില്ലേ, കറുത്ത കടല കൊണ്ട് ചുണ്ടലുണ്ടാക്കത്തില്ലേ, അതുപോലെയൊക്കെ തന്നെ. എന്നാലും ഇച്ചിരി കൂടി നമുക്ക് പ്രോട്ടീനും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് 2-3 ഐറ്റം ചേർത്ത് എടുത്തിട്ടുള്ള വൈകുന്നേരത്തെ ഒരു ഡിന്നർ മാറ്റിയിട്ട് നമുക്കൊരു സാലഡാക്കാം. പീനട്ട് സാലഡാക്കുമ്പോൾ ഹെൽത്തിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ മാത്രമേ, അതിനാണ് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ വേണമെങ്കിൽ ഒരു വെളുത്തുള്ളി കൂടി കുത്തിയിടുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ബൗളിലേക്ക് മാറ്റി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ചിക്ക് പീനട്ട് സാലഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. Have a nice day. Bye-bye.